ഹലോ ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വീക്ക്ലി റെസിപ്പീസ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. സോ ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിയാണ്. ആൻഡ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റിയിലായിക്കോട്ടെ, സൗണ്ടിൻ്റെ ക്വാളിറ്റിയിലായിക്കോട്ടെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. സോ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ മുതൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ അഫ്ഗാനി ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടതെന്ന് നോക്കാം. സോ ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ സോൾട്ടാണ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് കസ്തൂരി മേത്തിയാണ്, പിന്നെ കുറച്ച് തൈരാണ് വേണ്ടത്, പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്, പിന്നെ മല്ലിയില, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ സവാള, പിന്നെ പച്ചമുളക്, അത് എരിവിനനുസരിച്ച്, പിന്നെ ചിക്കൻ നമുക്ക് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വേണം. സോ അതിനായിട്ട് നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി എടുത്തു, ആൻഡ് പിന്നെ കുറച്ച് സോൾട്ട്, പിന്നെ കുറച്ച് തൈര് ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടി എന്നിട്ട് നമുക്ക് കുറച്ച് നേരം മിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ്. ചിക്കനും തൈരും അതുപോലെ തന്നെ കസ്തൂരി മേത്തിയും കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു ഹാഫ് ആൻ അവറൊക്കെ വെച്ചാലാണ് നമുക്കതിൻ്റെ ക്വാളിറ്റി നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള എടുത്തു ഒരു മിക്സിയുടെ ജാറിലേക്ക്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ വേണ്ടത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്, അതെടുത്തു. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എത്ര പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. സോ എത്ര വേണമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് വേണം, നമുക്ക് അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുക്കാം. ഞാൻ ഇത്രയും ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒന്ന് അരച്ചെടുക്കണം ആ ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഫൈനലായിട്ട് നമുക്ക് ഗ്രേവി ഇങ്ങനെയാണ് കിട്ടുന്നത് അരച്ചെടുത്തിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ചിക്കൻ എല്ലാം കൂടി നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ച ഗ്രേവിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഓരോന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് ഓരോന്ന് ആ ഗ്രേവിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാൻ ചൂടാക്കി അതിനകത്തേട്ട് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് മാറ്റാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഇതുപോലെ തന്നെ ഗ്രേവിയിൽ മുക്കിയിട്ട് വറുത്തെടുക്കുന്നു. അപ്പോൾ വറുത്തെടുത്തിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്രൗൺ കളറിലേക്കൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ നമ്മൾ ഗ്രേവിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യണേ. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഇങ്ങനെ ഗ്രേവിയിൽ മുക്കിയിട്ട് വറുത്തെടുത്തു. ബ്രൗൺ കളർ ആവുന്നത് വരെ ഞാനത് ചെയ്തു. ഇനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ബാക്കി വന്ന ആ ഗ്രേവി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഞാനത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചു. നല്ല തിള വരുന്നതനുസരിച്ച് വരെ ഞാനത് കുക്ക് ചെയ്യുകയാണ്. അതിൽ നന്നായിട്ട് തിള വരുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് അത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് തിള വന്നു, നല്ല ക്രീമി ഇതിലേക്ക് ആയി. നമ്മുടെ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് നല്ല ക്രീമി ആയിട്ടുണ്ടാവും നമ്മുടെ ഗ്രേവിയൊക്കെ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ക്രീമി നല്ല ടെക്സ്ചറിലേക്ക് വന്നു. ഒരു ഗ്രീനിഷ് മല്ലിയിലൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് ഒരു ഗ്രീനി കളറൊക്കെ ആയിട്ട് വന്നേക്കണേ. ഇനി നല്ല തിളയൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ സ്റ്റൗ ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി.
ഇനി അത് ഞാൻ സെർവ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതിന് ഞാൻ വേറൊരു ഇതിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് എന്തെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില ആഡ് ചെയ്തു. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ആഡ് ചെയ്യുകയാണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് നല്ല ക്രീമി ടെക്സ്ചറാണ്. നമുക്കിത് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെയാണെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സോ നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.